ചേച്ചി രേണുസുതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണുസുതിയെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായവും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ രേണു അവൾ കുട്ടികളെ വളർത്തണം, അതിന് അവൾ കലാഫീൽഡ് ഇറങ്ങി. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളും മൊത്തം ഒന്നും കാണാറില്ല. പലരും പലതും പറയുന്നുണ്ട്. എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ കേൾക്കാറുമില്ല. ഞാൻ അവളോട് ഇപ്പോൾ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, സുധീനെ എനിക്കറിയാം, ആ കാലം തൊട്ട് നിന്നെ അറിയാം. എനിക്ക് അവൾ പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ അവൾക്ക് അവളെ കുട്ടികളെ പോറ്റണം. സുധി മരിച്ചതും പറഞ്ഞാൽ ആര് കൊടുക്കും പൈസ? അപ്പോൾ അവൾക്ക് കഴിയുന്നത് പോലെ അവൾ കലാഫീൽഡ് ഇറങ്ങി അവൾ വർക്ക് ചെയ്യണോ, അവളെ കുട്ടികളെ പോറ്റണം. ആ കുട്ടികളൊന്നിനു മാത്രം ആവട്ടെ, അതിനുശേഷം പിന്നെ തീരുമാനിക്കുക അവൾ ഇറങ്ങേണ്ടതുള്ളൂ. ഹായ് ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ അമ്മ പറയുന്നത് കേട്ടല്ലോ, രേണുസുതിനെ കുറിച്ചുള്ള വാക്കുകളാണ് പറഞ്ഞത്. സത്യമാണ്, സത്യമായി തോന്നുന്നുണ്ട് ആർക്കെങ്കിലും. ഇത് തോന്നുന്നുള്ളവർ മാത്രം ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യട്ടോ. അവർ പറഞ്ഞത് 100% യോജിക്കുന്നവർ മാത്രം. ഇനി ഒരു വീഡിയോയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാവേ. കാരണം നമുക്കൊരാളെ കുറ്റം പറയാൻ എളുപ്പം കഴിയും. ഒരാൾ എങ്ങനെ ജീവിക്കണോ, കുട്ടികളെ എങ്ങനെ പോറ്റണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാനാണെങ്കിലും കേട്ടോ, പിന്നെ അങ്ങനെയൊക്കെ കുറ്റം പറയാൻ എനിക്കും പറ്റും. എന്നാൽ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റൂല. 10 രൂപ ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ചെങ്ങാഞ്ഞിരിക്കും, കൊടുക്കൂല. അപ്പോൾ അവരവരുടെ കുട്ടികളെ പോറ്റാൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്, അവർ അഭിനയിച്ചിട്ടോ റീൽസ് ചെയ്തിട്ടോ അഭിനയിച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ അവർ വളർത്തട്ടോ. അതിന് അവൻ്റെ ആത്മാവ് കൂടെ ഉണ്ടാവട്ടെ. സുധിച്ചേട്ടൻ്റെ ആത്മാവ് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാവാം രേണുസുതി ഒന്നും അല്ലാത്ത ഒരു വ്യക്തി ഇന്ന് ഇത്രയും നിലയിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് എല്ലാവരുടെ മുന്നിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് സുധിച്ചേട്ടൻ്റെ ആത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. 100% ഉറപ്പുള്ളൊരു സംഭവം തന്നെയാണ് മിക്കതും. പിന്നെ കുറ്റം പറയാൻ ആർക്കാണ് അറിയാത്തത്? കുറ്റം പറയാൻ ഇന്ന് ഈ ലോകത്ത് ആൾക്കാരേ ഉള്ളൂ. നല്ലത് കണ്ടുപിടിക്കാൻ ആരുമില്ല. നല്ലത് കണ്ടാലും ആരും പറയില്ല. കാരണം കുറ്റം മാത്രം അവിടെ കാണുന്ന ആൾക്കാരാണ് കൂടുതലും ലോകത്ത് അല്ലേ. ആ ചേച്ചി പറഞ്ഞല്ലോ, കുലപ്പുള്ളി ലീല ചേച്ചി പറഞ്ഞല്ലോ, പൈസ 10 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നടി പ്രിയങ്ക ഇതേപോലെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, അവർക്ക് അതിൻ്റേതായ കഴിവുള്ളത് കാരണം കൊണ്ട് അവർ അങ്ങനെ ജീവിച്ചു പോകണം. ഒന്നിനും പറ്റാത്ത ഒരാളാണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ 2 മക്കളെയോ ആ കുടുംബം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇല്ലേ. രേണുസുതി ഇതിന് മുന്നേ പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചു പോകുന്ന സമയത്ത് കുറേ കടങ്ങളും ബാധ്യതകളും തന്നിട്ടാണ് പുള്ളിക്കാരൻ പോയെന്ന്. ഇപ്പോൾ രേണുസുതി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇറങ്ങിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്നായിരിക്കും? കടം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും മനസ്സ് മുട്ടി നീറി കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്തോ ദൈവം അവർക്ക് ഇങ്ങനെ ഒരു വഴി കാട്ടിയത് കൊണ്ടാവാം ഇപ്പോൾ ആ കടങ്ങളും പ്രശ്നങ്ങളെല്ലാം തീർത്ത് പുള്ളിക്കാരൻ ഇപ്പോൾ ഹാപ്പിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. എന്തായാലും രേണുസുതി എന്തായാലും മുന്നോട്ട് ഇറങ്ങിയതല്ലേ, മുന്നോട്ട് തന്നെ പോവുക, ആരുടെ വാക്കും കേൾക്കാൻ നിൽക്കാതെ. പക്ഷേ പുള്ളിക്കാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ട് പുള്ളിക്കാരി തളരുന്നൊരു പ്രശ്നമില്ല കേട്ടോ. അതിനെ കൊടുക്കണം ക്ഷയിക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ വേറെ വല്ല പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷൻ അത് ഇത് പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ഇതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക സെലിബ്രേറ്റ് ആയ ഒരു പെൺകുട്ടിയെ കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ അവർ എത്രമാത്രം പ്രതികരിക്കണം. എന്നിട്ട് ഒന്നിനെ ഇറങ്ങുന്നില്ല. അതാണ് രേണു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.